മുറപ്പെണ്ണ് രചനാ സംഭാഷണ മൈഥിലി മിത്ര ഭാഗം 13. എടി, കണ്ണേട്ടൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നേ. ആരും നമ്മളോടൊന്നും ചോദിക്കുന്നില്ലല്ലോ. രാവിലെ പതിവ് പോലെയുള്ള സംസാരങ്ങളും ബഹളങ്ങളും കൊണ്ട് മേലെയിടത്ത് തറവാട് ശബ്ദമുഖരിതമായപ്പോൾ പങ്കു അടക്കാനാവാത്ത സന്തോഷത്തോടെ അടുത്തിരുന്നവളുടെ ചെവിയിൽ പൊറുപൊറുത്തു. അതിന് ദേഷ്യത്തോടെയുള്ളൊരു നോട്ടായിരുന്നു ചുമ്മുവിൻ്റെ മറുപടി. നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ ഞാനിപ്പോൾ എന്താ പറഞ്ഞേ? അവളുടെ കലിപ്പിൻ്റെ കാരണം ഇനിയും അറിയാത്തതിനാൽ ചെക്കൻ പരിഭവിച്ചു. മിണ്ടാതെ ഒരുങ്ങി വരാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോവും. പെണ്ണു ലാപ്ടോപ്പ് ബാഗും എടുത്തുകൊണ്ട് വേഗം മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ചുമ്മൂ. ഹാളിലേക്ക് എത്തിയതും അവിടെ ഇരിക്കുന്ന നാരായണിയമ്മയുടെ വിളിയാണ് അവളെ അങ്ങോട്ടേക്ക് നടത്തിച്ചത്. അവൾ ചെന്ന് അവരുടെ അരികിലായിരുന്നു. നിന്റെ ജാതക പൊരുത്തം നോക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. 4 പേരിൽ ആരോടാണ് കൂടുതൽ പൊരുത്തമെന്ന് നോക്കണമല്ലോ. അവർ പറഞ്ഞുകൊണ്ട് ചുമ്മുവിൻ്റെ തോളിലൊന്ന് മെല്ലി ഒന്ന് തട്ടി. ഒന്ന് മൂളുക മാത്രം ചെയ്തു പെണ്ണ്. അല്ലെങ്കിൽ തന്നെ എന്ത് മറുപടി പറയാനാ? അമ്പൂറ്റിയമ്മയെ തനിക്ക് ഒരിക്കലും എതിർക്കാൻ കഴിയുകയില്ല. എനിക്കെന്നല്ല, ഈ വീട്ടിലെ ആർക്കും. ഇനി എതിർത്ത് തോൽപ്പിച്ച് പോകണമെന്നുണ്ടെങ്കിൽ തൻ്റെ കാര്യത്തിൽ അതൊരിക്കലും നടക്കുകയില്ല. കാരണം മേലെടുത്ത് വീട്ടിൽ ആറ്റുനോട്ടുണ്ടായ പെൺതരിയാണ് താൻ. നീയൊന്നും പറഞ്ഞില്ല ചുമ്മു? അവളൊന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ടതും നാരായണി പെണ്ണിനോട് വീണ്ടും ചോദിച്ചു. ഞാനെന്തു പറയാനാ? എല്ലാം അമ്പോറ്റിയമ്മ തന്നെ തീരുമാനിക്കുമല്ലേ. ഉള്ളിലുറഞ്ഞുകൂടിയ ദേഷ്യം അവളെ കൊണ്ട് അങ്ങനെയാണ് പറയിപ്പിച്ചത്. ചുമ്മു! പൊടുന്നനെ അവർ ശാസനയോടെ വിളിച്ചു. ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. എല്ലാത്തിനും എനിക്ക് സമ്മതമാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ മാധവനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ആലോചന മാത്രമേ ചുമ്മൂനപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഹാളിൽ നിന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങിയപ്പോഴേ കണ്ടു അവിടെ നിന്നുകൊണ്ട് ഫോണിൽ ആരോടോ സംസാരിക്കുന്ന കണ്ണനെ. ആള് പോലീസ് യൂണിഫോമിലാണ്. സോമൻ ചേട്ടൻ മാധവന് വേണ്ടി മുറ്റത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അവൾ അവനെ തെല്ലും ശ്രദ്ധിക്കാതെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു, പങ്കുവിനെയും കാത്ത്. മേലെടുത്ത് വേദനാരായണി എന്തു തീരുമാനിച്ചു? ഫോൺ സംസാരവും കഴിഞ്ഞ് തിരിഞ്ഞ കണ്ണൻ കാണുന്നത് അവിടെ നിൽക്കുന്ന ചുമ്പൂനെ ആയിരുന്നു. എന്തായാലും ആലോചിക്കേ, സ്വന്തം ജീവിതമല്ലേ. പിന്നെ നമ്മൾ കൊടുക്കുന്ന വാക്ക് അത് കൃത്യമായി പാലിക്കപ്പെടേണ്ടവയാണ്. വളരെ ഗൗരവത്തോടെ അത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. വേദയുടെ മറുപടി കേൾക്കാൻ കൂട്ടാക്കാതെ തന്നെ അവൻ കാറിൽ കയറുന്നതും വണ്ടി ഗേറ്റും കടന്ന് റോഡിലേക്ക് ഇറങ്ങുന്നതും ഒക്കെ അവൾ ദഹിപ്പിക്കുന്ന കണ്ണുകളോടെ നോക്കിയിരുന്നു. 10 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ദിവസം ഓർമ്മയിൽ വന്നതും അവൾ കണ്ണുകളടച്ച് സ്വയം നിയന്ത്രിച്ചു. പകരം തീർക്കുവാണല്ലേ നിങ്ങൾ? ചുമ്മുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അയാൾ എന്നോട് പകരം വീട്ടുവാ വിവേകേട്ടാ. ഈ കല്യാണാലോചന പോലും എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാ. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് വിവേകിൻ്റെ ക്യാബിൽ ചെന്നായിരുന്നു ചുമ്മു. അവനെ കൂടാതെ വിപിനും അനിയും പങ്കും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഏയ്, നമ്മുടെ കണ്ണൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടി? അവന് ചിലപ്പോൾ നിന്നെ ഇഷ്ടമാണെങ്കിലോ? തലേ രാത്രിയിൽ സംഭവിച്ചത് മുഴുവൻ ചുമ്മുവിൻ്റെ വായിൽ നിന്നും കേട്ടിട്ടും അനിരുദ്ധിൻ്റെ അഭിപ്രായം അതായിരുന്നു. കോപ്പാണ് അനിയേട്ടാ. ആ കാളന് പ്രണയം എന്താണെന്ന് പോലും അറിയില്ല, അതും എന്നോട്. ചുമ്മു കളിയാക്കി ചിരിച്ചു. നിന്നെ പറഞ്ഞാൽ മതി. അന്ന് നീയും പങ്കും കൂടിയാണ് പുറത്തു പോയെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവനോടുള്ള ദേഷ്യത്തിന് വിടുവായ്ത്തരവും പറഞ്ഞ് ഉള്ളതെല്ലാം കൂടി തലയിൽ കയറ്റി വെച്ചിരിക്കുന്നു. അനുഭവിച്ചോ? വഴക്കു പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും വിവേക് അവളെ ശാസിച്ചു പോയി. നിനക്കിഷ്ടമല്ലെങ്കിൽ കെട്ടേന്ന് തന്നെ അവൻ തന്നെ പറഞ്ഞല്ലോ ചുമ്മു. പിന്നെ നീ എന്തിനാണ് ഇത്രയും ടെൻസ്ഡ് ആവുന്നേ? വിപിൻ അവളെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു. വിപിനേട്ടൻ അറിയാൻ മേലാത്തോണ്ടാ. ഞാനിപ്പോൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലും അയാൾ എന്തേലും കള്ളക്കളിയും കൊണ്ട് വരും, അതുറപ്പാ. എന്തൊക്കെയാണേലും പോലീസല്ലേ, കാഞ്ഞ ബുദ്ധിയാ. അവൾ അണപ്പല്ലി ഞരിച്ചുകൊണ്ട് മുരണ്ടു. നീ ഒന്ന് സമാധാനിക്ക് ചുമ്മു. അച്ചമ്മ പൊരുത്തം നോക്കാൻ വേണ്ടി പോയേക്കുമല്ലേ. ആദ്യം അതൊന്നറിയട്ടെ, പിന്നീടാവാം ബാക്കി കാര്യങ്ങൾ. പങ്കു അവൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞിട്ട് വേദയെ ചേർത്ത് പിടിച്ചു. വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം കാര്യങ്ങളൊക്കെ. അതുവരെ നീ ഒന്ന് സമാധാനിക്ക്. നമുക്കെല്ലാവർക്കും കൂടി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് അച്ചുവും വരുമല്ലോ. വിവേക് അത് പറഞ്ഞതോടുകൂടി എല്ലാവരും നിശബ്ദരായി. ശേഷം അവരവരുടെ പണികളിലേക്ക് തിരിഞ്ഞു.
പക്ഷെ തിരക്കിനിടയിലും ആ 5 പേരുടെ ഹൃദയം നാരായണിയുടെ തീരുമാനം എന്താണെന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു. മേലേടത്ത് തറവാട്ടിലെ എല്ലാവരും അന്ന് വൈകിട്ടായപ്പോഴേക്ക് ഒത്തുകൂടിയിരുന്നു. ദേവരാജനും ശിവനും കൃഷ്ണദാസും നാരായണിയമ്മ ഇരിക്കുന്ന കസേരയ്ക്ക് എതിർവശത്തായി കിടക്കുന്ന സെറ്റിയിലേക്കായി ഇരിപ്പുറപ്പിച്ചു. ദേവകിയും ഗിരിജയും മായയും സാവിത്രിയും അവരിൽ നിന്നും ഇത്തിരി മാറി ആ ഹാളിലെ ചുവരിലേക്ക് ചാരി എന്നതേ ഉള്ളൂ. അച്ചുവും അനിയും വിവേകും വിപിനും കണ്ണനും ഒരു സൈഡിലായി കിടന്ന സോഫയിലേക്ക് ഇരുന്നപ്പോൾ പങ്കുവും ചുമ്മുവും മാത്രം നാരായണിയമ്മയുടെ അരികിലായി കിടന്ന കസേരകളിലേക്ക് ചെന്നിരുന്നു. അച്ചുവിൻ്റെ ഭാര്യയായ ഭവ്യയും വിവേകിൻ്റെ ഭാര്യയായ ചിപ്പിയും അവരുടെ മക്കളായ അമോഘിനെയും തേജസ്സിനെയും കളിപ്പിച്ചുകൊണ്ട് ഹാളിനപ്പുറത്തുള്ള മുറിയിലെ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിലായി ഇരിക്കുകയായിരുന്നു, പുറത്തേക്ക് വരാതെ. 4 ജാതകങ്ങൾ കൊണ്ടുപോയി ചേർത്ത് നോക്കി. അതിൽ അനിയുടേതും പങ്കുവിൻ്റെയും ജാതകമായി ചുമ്മുവിൻ്റേത് അധികം ചേരില്ല. വേണ്ടി വന്ന പരിഹാര പൂജകൾ കഴിപ്പിച്ച് ചേർക്കാം എന്നേ ഉള്ളൂ. നാരായണിയമ്മയുടെ ശബ്ദം പൊടുന്നനെ ഹാളിൽ മുഴങ്ങി. അത് കേട്ടതും മക്കളും മരുമക്കളും പരസ്പരം തമ്മിൽ നോക്കി. പക്ഷെ ആരും ഒന്നും സംസാരിച്ചില്ല. പിന്നെയുള്ളത് വിപിനും കണ്ണനുമാ. അതിൽ ചുമ്മുവിനോട് ഏറ്റവും അടുത്ത് ചേരുന്ന ജാതകം വിപിൻ്റേതാ. നാരായണിയമ്മ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു. വിപിൻ്റേത് ചേരുമെങ്കിൽ അതങ്ങ് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? പെട്ടെന്ന് ഗിരിജയുടെ ശബ്ദം എല്ലാവരെക്കാട്ടിലും മുൻപിൽ അവിടെ ഉച്ചത്തിൽ കേട്ടു. ഗിരിജയല്ലല്ലോ ഇവിടെ അഭിപ്രായം പറയേണ്ടത്, ചുമ്മു അല്ലേ? അവൾ തീരുമാനിക്കട്ടെ ഇവരിൽ ആരെയാണ് കെട്ടേണ്ടതെന്ന്. നാരായണി ഒട്ടൊരു ശാസനയോട് പറഞ്ഞതും ഗിരിജ പിന്നീട് വായ തുറന്നില്ല. എങ്കിലും അവർ അരികിൽ നിൽക്കുന്ന മായയെ കുശുമ്പോടെ നോക്കി. ചുമ്മു. പൊടുന്നനെ നാരായണിയമ്മ അടുത്തിരിക്കുന്ന വേദയെ ഉച്ചത്തിൽ വിളിച്ചു. അവൾ എന്തെന്നുള്ള രീതിയിൽ അവരെ മുഖമുയർത്തി നോക്കി. നിനക്കൊന്നും ഇതിൽ പറയാനില്ലേ? അതോ നിനക്കിനി ആലോചിക്കാൻ സമയം വേണോ? അവർ ചുമ്മുവിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി വീണ്ടും തിരക്കി. അവൾ പെട്ടെന്ന് അനിയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ ആദ്യ പിടിച്ചിരിക്കുന്നവരെയാണ് അവൾ കണ്ടത്. വിപിനാണെങ്കിൽ മൊത്തത്തിൽ ടെൻഷനാണ്. ആ കണ്ണുകളിൽ തന്നോടുള്ള വാത്സല്യം മാത്രമേ ചുമ്മുവിന് കാണുവാൻ സാധിച്ചുള്ളൂ. പിന്നീടുള്ളത് പങ്കുവാണ്. ഒരേ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ. അവനൊരു സഹോദരനെ പോലെയാണ് തനിക്ക്. ആ മൂവരും തന്നെ ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കുകയില്ല എന്ന മട്ടിലിരിക്കുന്ന ഒരേ ഒരുവനിലേക്ക് അവളുടെ കണ്ണുകൾ പാറി വീണു. മാധവ്. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും തന്നെ കാണുമ്പോഴുള്ള പുച്ഛച്ചിരിയാണ്. ആ മുഖത്ത് അഹങ്കാരമാണ്. ആരെയും കൂസാക്കാത്ത ഭാവമാണ്. അവളുടെ കണ്ണുകൾ കുറുങ്ങി. ചുമ്മു. വീണ്ടും മേലേടത്ത് വീട്ടിലെ കാരണവത്തിയുടെ വിളി അവളെ തേടിയെത്തി, ഒരു ഉത്തരത്തിനായി എന്ന വണ്ണം. ഞാൻ പറയാം മമ്പൂറ്റിയമ്മേ, ഞാൻ തീരുമാനിച്ചു. ഹാളിലിരിക്കുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവൾ തൻ്റെ തീരുമാനം പറയുവാനായി തുടങ്ങി. എങ്കിൽ പറഞ്ഞോളൂ, നാരായണി ആജ്ഞാപിച്ചു. സാവിത്രി തൻ്റെ മകളുടെ തീരുമാനത്തിനു വേണ്ടി ചെവി കൂർപ്പിച്ചു പിടിച്ചുകൊണ്ട് കാത്തു നിന്നു. ഇടയ്ക്കിടയ്ക്ക് മായയുടെ വിരൽത്തുമ്പിൽ ആദിയോടെ പിടിക്കുവാനും അവൾ മറന്നില്ല. ചുമ്മാ ഒരു നിമിഷം കണ്ണുകളടച്ച് ശ്വാസം വലിച്ചു വിട്ടു. ശേഷം കസേരയിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റ് മുന്നോട്ടേക്ക് കാലുകൾ നീക്കി. ഒടുവിൽ സോഫയുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. അതേസമയം ചുമ്മാ ആരെ തിരഞ്ഞെടുക്കുക എന്ന് ചിന്തിച്ച് ആശങ്കയോടെ കുടുംബത്തിലുള്ളവർ മുഴുവൻ അവളിലേക്ക് കണ്ണും നട്ട് നോക്കിയിരുന്നു. സ്വയംവരത്തിന് ഇഷ്ടപുരുഷനെ ഹാരം അണിയിച്ച് സ്വന്തമാക്കുവാൻ നിൽക്കുന്ന ഒരു രാജകുമാരിയെ പോലെ അവൾ ആ മുറച്ചിറക്കന്മാരുടെ മുൻപിൽ ധൈര്യപൂർവ്വം നിലയുറപ്പിച്ചു. വിൽ യു മാരി മീ? ഒടുവിൽ തള്ളവിരലിൽ കിടന്ന ഒരു മോതിരം ഊരി മാധവിന് നേരെ നീട്ടിക്കൊണ്ട് അവന് മുൻപിൽ പെണ്ണ് മുട്ടിൽ കുത്തിയിരുന്നു. വിത്ത് പ്ലഷർ. അപ്രതീക്ഷിതമായ അവളുടെ ആ നീക്കത്തിൽ ഒന്ന് പതറിപ്പോയെങ്കിലും അത് പുറത്തേക്ക് കാട്ടാതെ മാധവ് എഴുന്നേറ്റ് നിന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ മോതിരം തൻ്റെ ചെറുവിരലിലേക്ക് ഏറ്റുവാങ്ങി. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞുവെങ്കിലും പിന്നീട് അവ രണ്ടും 2 ദിശകളിലേക്ക് പാഞ്ഞു. ചുമ്മുവിൻ്റെ മനസ്സിൽ പക ആയിരുന്നെങ്കിൽ മാധവിൻ്റെ ഉള്ളിൽ പല നിഗൂഢതകളും മറഞ്ഞിരിക്കുകയായിരുന്നു. ചുറ്റുമുള്ള കയ്യടി ശബ്ദം കേട്ടപ്പോഴാണ് അവൾ അവൻ്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റ് നിന്നത് തന്നെ. കണ്ട കീരിയും പാമ്പും പോലായിരുന്നു.
ഇത്രയൊക്കെ സ്നേഹം നിന്റെ മനസ്സിലുണ്ടായിരുന്നോ ചുമ്മു? ആദ്യത്തെ ചോദ്യം നാരായണിയുടേതായിരുന്നു. ചുമ്മു അവരെ നോക്കി വെറുതെ ചിരിച്ചു നിന്നു, മറുപടി ഏതും പറയാതെ. പിന്നീട് ആശംസകളുടെ ബഹളമായിരുന്നവിടം. മുറച്ചെറുക്കന്മാരെല്ലാവരും ചേർന്ന് അവളെ എടുത്തു പൊക്കി. അമ്മാവന്മാർ എല്ലാവരും അവളെ കെട്ടിപ്പിടിച്ച് വാത്സല്യത്തോടെ നെറുകയിൽ ഉമ്മ കൊടുത്തു. കൂട്ടത്തിൽ കൃഷ്ണദാസനായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം അവളുടെ ഭാവി അമ്മായപ്പൻ സ്ഥാനം തന്നെ. മായയും ദേവിക്ക് അവൾക്ക് മധുരം കൊടുത്തപ്പോൾ സാവിത്രി മാത്രം മാധവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന് കരയുകയായിരുന്നു. കരയാതെ അപ്പച്ചി. അവൻ അവരുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തു. സന്തോഷം കൊണ്ടാ മോനെ. സാവിത്രി കരച്ചിലിനിടയിലും ചിരിച്ചു. സ്വന്തം മകൾ സ്വന്തം വീട്ടിൽ കണ്ണിന് മുൻപിൽ തന്നെ ഉണ്ടാവുമല്ലോ എന്നൊരു ആശ്വാസമായിരുന്നു അവരിൽ. പക്ഷെ ഗിരിജ മാത്രം കുശുമ്പ് കുത്തി എല്ലാത്തിൽ നിന്ന് ഇത്തിരി മാറിയെന്നു. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാ? 6 മാസം കഴിഞ്ഞുള്ള മുഹൂർത്തം നോക്കട്ടെ, അതോ നിശ്ചയം ഇപ്പോൾ നടത്തി വയ്ക്കാനാണോ? സന്തോഷത്തിൻ്റെ തുടർച്ചയായി നാരായണി വീണ്ടും ചോദിച്ചതും എല്ലാവരുടെയും കണ്ണുകൾ വീണ്ടും ചുമ്മൂലേക്ക് നീണ്ടു. നിശ്ചയം വേണ്ട അമ്പൂറ്റിയമ്മേ. കണ്ണേട്ടന് താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള മുഹൂർത്തത്തിൽ തന്നെ കല്യാണം ആയിക്കോട്ടെ. അവളുടെ അഭിപ്രായം കേട്ടത് അവിടെ നിന്നവർ വീണ്ടും ഞെട്ടി. അതേസമയം എല്ലാത്തിനും സാക്ഷിയായി നിന്ന പങ്കുവിന് മാത്രം എന്തോ അപകടം മണത്തു. അപ്പോൾ കാത്തിരിക്കുമല്ലോ അല്ലേ? അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സ്റ്റോറിയെക്കുറിച്ചുള്ള കമൻറ്റുകൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടിട്ടും പോവുക കേട്ടോ. അപ്പോൾ ബൈ ബൈ.